ഓക്കെ ഗായ്സ്, ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലല്ലേ നമ്മുടെ സിറ്റിയിൽ കണക്കെയല്ലേ ഒരു പുതിയതായിട്ടൊരു റേസ് ട്രാക്കുകളൊക്കെ വന്നു കേട്ടാ. ആ ഒരു റേസ് ട്രാക്കിൽ കണക്കെ എന്തായാലല്ലേ പുതിയൊരു കാർ റേസുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ. നമുക്കപ്പോൾ എന്തായാലല്ലേ ആ ഒരു കാർ റേസിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഓക്കെ പിന്നെ നമ്മളെന്തായാലും നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്കാണ് കേട്ടാ. നമ്മുടെ ഷിൻജാനും പിഞ്ചാനും ഗ്രാനി ടൈഗർ ഇവരെല്ലാവരും കൂടെ നമ്മുടെ ഗ്രാനിയുടെ നാട്ടിൽ കണക്കെ പോയി ഗൈസ്. ഓക്കെ ഗ്രാനിയുടെ നാട്ടിൽ എന്തോ ഒരു അത്യാവശ്യത്തിന് പോയി ഗൈസ്. ഓക്കെ അവിടെ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും ഈ റേസ് ട്രാക്കിൽ നിങ്ങളൊക്കെ പോയിട്ട് എന്തായാലും നമുക്ക് എന്തായാലും റേസുകളൊക്കെ ജയിച്ച് കളിച്ച് നമുക്ക് എന്തായാലും ജയിക്കാൻ കേട്ടോ. ഒരു കിടില റേസ് എന്നാണ് ഞാൻ എന്തായാലും അറിഞ്ഞത് കേട്ടോ. നമ്മുടെ ലാമറുകളൊക്കെയാണ് നമ്മളോട് പറഞ്ഞു മനസ്സിലായിട്ട് നമുക്ക് എന്തായാലും ആ റേസിന് നടക്കുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മുടെ കയ്യിലില്ല നല്ലൊരു കിടില സ്പോർട്സ് കാറില്ല കേട്ടാ. നമ്മുടെ കയ്യിലുള്ള വെച്ചാലല്ലോ ഒരു ഡിഫൻഡറാണ് കേട്ടാ. ഇത് പിന്നെ നൈസ് വണ്ടിയാണ്, പക്ഷേ ഇതൊരു SUV ആണ് ഗൈസ്. ഓക്കെ വല്ല ഓഫ് റോഡ് റേസ് ആയിരുന്നു നമുക്ക് ഇതും കൊണ്ട് പോയിരുന്നു കേട്ടോ. പക്ഷേ അത് കാർ റേസാണ്, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്തായാലും ഈ ഒരു ഡിഫൻഡർ വെച്ചുകൊണ്ട് നമുക്ക് അതിൽ ജയിക്കാൻ പറ്റുന്നത്. ഓഫ് റോഡ് പിന്നെ ഒരു അടിപൊളിയായിട്ടുള്ള SUV കണക്കെയാണ് ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് വെച്ചെന്തായാലും ആ റേസിലാണൊക്കെ നമുക്കെന്തായാലും ജയിച്ചെന്തായാലും നമുക്കെന്തായാലും കളിച്ച് ജയിക്കാനായിട്ട് പറ്റൂല ഗൈസ്. ഓക്കെ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്കെന്തായാലും നമ്മുടെ ലെസ്റ്ററിനെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷനൊക്കെ ഒന്ന് ഒപ്പിച്ച് നമുക്ക് എവിടെന്നെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു കാറുകളൊക്കെ അടിച്ചു പറ്റാം ഗൈസ്. ഓക്കെ ഒരു കാറ് വാങ്ങിക്കാനുള്ള പൈസ ഇപ്പോൾ എൻ്റെ എന്തായാലും നിലവിലില്ല ഗൈസ്. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും ലെസ്റ്ററിനോടൊന്ന് വിളിച്ച് ചോദിച്ച് എവിടെയെങ്കിലും ഒരു കാർ കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ് എനിക്കെന്തല്ലല്ലോ ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു ഇൻഫർമേഷൻ കിട്ടി കേട്ടാ. ഓക്കെ അപ്പോൾ നമ്മുടെ ലെസ്റ്റർ കണക്ക് നമുക്ക് തന്നൊരു ഇൻഫർമേഷനാണ് കേട്ടോ. നമ്മുടെ പെട്രോൾ പമ്പിലൊക്കെ പെട്രോൾ പമ്പിലാണെങ്കിൽ ഒരാളുകളൊക്കെ അയാളുടെ ഒരു ടൊയോട്ടയുടെ സുപ്രങ്ങളൊക്കെ എന്തായാലും പാർക്ക് ചെയ്തിട്ട് എന്തായാലും പോയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ നമുക്കപ്പോൾ എന്തായാലും ഇല്ല നേരെ എന്തായാലും പോയിട്ടില്ല ആ ഒരു ടൊയോട്ട സൂപ്ര അങ്ങനെ അങ്ങ് അടിച്ചു മാറ്റാം കേസ്. ഓക്കെ നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അവിടെയായിട്ടാണ് ആ വണ്ടി ഉള്ളതെന്നാണ് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ കേട്ടോ. കിടില വണ്ടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും നൈസായിട്ട് ആ വണ്ടി അങ്ങ് അടിച്ചു മാറ്റാം പൊളിയായിരിക്കും കേസ്. ഓക്കെ നമുക്കെന്തായാലും നമ്മുടെ ഡിഫൻഡറും കൊണ്ട് നേരെ അങ്ങോട്ട് പോകാം കേസ്. ഓക്കെ നമുക്കെന്തായാലും ആ സൂപ്പർ വെച്ച് നമുക്കെന്തായാലും റേസിൽ ജയിക്കാൻ നോക്കാം. ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഇവിടെ എത്തിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ ഡിഫൻഡർ ക്യാമ്പിന് ഇവിടെ സേഫായിട്ട് നമ്മളെന്തായാലും സൈഡിൽ ഒതുക്കിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഈ വണ്ടി നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയത് പിന്നെ പണിയാവും കേസ്. ഓക്കെ നമ്മുടെ കയ്യിൽ വലിയതായിട്ട് പൈസ വരണമൊന്നുമില്ല കേട്ടോ. ഈ റേസിൽ പിന്നെ ജയിച്ചാലല്ലേ നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും കിട്ടൂല കേസ്. ഓക്കെ ഇത് ജസ്റ്റ് ഒരു ഫണ്ടിനായിട്ടുള്ള റേസ് എന്നാണ് ആ ഒരു ഇൻഫർമേഷനിലൂടെ നമുക്ക് എന്തായാലും അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ അത് മാത്രമല്ല നമ്മളോട് കളിക്കുന്ന ആ ഒരു റേസറല്ലേ. ഓക്കെ അയാൾ നമ്മളോട് വെല്ലുവിളിച്ച് കേസ്. ഓക്കെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ റേസിന് ജയിച്ച് കാണിച്ചതാണ്. ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് എന്തായാലും ആ റേസിന് ജയിച്ചിട്ട് തന്നെ കാര്യം ഗൈസ്. ഓക്കെ ഓ ഗൈസ് ആ ഇൻഫർമേഷൻ പറഞ്ഞ പോലെ ശരിയാണ് ഗൈസ്. ഓക്കെ ഇവിടെ ഇപ്പം ഉണ്ട് സൂപ്പറേങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ മിക്കവാറും ഈ വണ്ടി ലോക്കായി ഗൈസ്. നമുക്ക് ലോക്ക് പിക്ക് വെച്ച് ഈ വണ്ടിയുടെ ലോക്കുകളൊക്കെ നൈസായിട്ട് തുറക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും ലോക്ക് പിക്ക് വെച്ച് തുറന്നിട്ടുണ്ട്. ഞാൻ വലിയ കാര്യമായിട്ട് തോക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ലോക്ക് പിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ അങ്ങനെ ഫൈനലി നമ്മളെന്തായാലും നമ്മുടെ സൂപ്പർ അടിച്ചു വരുന്നതിലുണ്ട് കേട്ടോ. ആരും അറിഞ്ഞില്ല ഗൈസ്. ഓക്കെ സൈലൻ്റ് ആയിട്ട് നമ്മൾ അടിച്ചു മാറ്റി കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയും കൊണ്ടല്ലേ നമുക്ക് നേരെ റേസ് ട്രാക്കിൽ പോകാം ഗൈസ്. എന്നിട്ട് നമുക്ക് എന്തായാലും ആ ഒരു റേസിൽ ജയിച്ച് കാണിക്കാം കേട്ടോ. നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല ഗൈസ്. എന്നാലും ഒരു ഫണ്ടിനായിട്ട് ആ ഒരു റേസിൽ നമുക്ക് എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അത് മാത്രമല്ല ഗൈസ് നമുക്ക് എന്തായാലും അയാളെ തോപ്പിക്കണം ഗൈസ്. അയാൾ നമ്മളാണ് വെല്ലുവിളിച്ചത് കേട്ടോ. ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇതിലോട്ട് ആരെയും ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത വീഡിയോസുകളൊക്കെ അപ്പോഴും നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും റേസ് ട്രാക്ക് വെച്ച് കാണാം. ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഈ ഒരു റേസ് ട്രാക്കിൻ്റെ ഇവിടെ എത്തിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ് ഇവിടെ ഇപ്പോൾ എന്തായാലും ആ റേസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. നമ്മളോട് കളിക്കാൻ വന്നവൻ്റെ വണ്ടി ഏതെന്ന് അറിയാമോ ഗൈസ്. ഓക്കെ അതെന്ന് വെച്ചാലില്ലേ ലംബോർഗിനിയുടെ ടെർസോ ആണ് കേട്ടോ. ഓക്കെ നമ്മുടെ ലംബോർഗിനിയുടെ ടെർസോകളൊക്കെയാണ് ഗൈസ് അയാളെന്തായാലും കൊണ്ടുവന്നെന്ന് വെച്ചാൽ കേട്ടോ ഈ റേസിനൊക്കെ ജയിക്കാൻ കേട്ടോ. എന്താവുമെന്ന് അറിയണം, മിക്കവാറും നമ്മൾ തോക്കുമായിരിക്കും ഗൈസ്. ഓക്കെ എനിക്കറിയണം മാക്സിമം നമുക്ക് എന്തായാലും കളിക്കാം ഗൈസ്. ഓക്കെ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം ഇടിക്കാതെ എന്തായാലും വണ്ടികളൊക്കെ ഓടിക്കണം കേട്ടോ. എൻ്റെ പോലും കിടിലായിട്ടുള്ളൊരു റേസ് ട്രാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയും ജയിച്ചാൽ പറ്റും, അല്ലെങ്കിൽ നാണക്കേടാണ് ഗൈസ്. ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അയാളെ വെല്ലുവിളിയിൽ തോക്കും ഗൈസ്. ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അയ്യോ ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്, എൻ്റെ മോന് നമ്മുടെ സൂപ്പർ മാറിയോ. ഓക്കെ എൻ്റെ മോന് അയാൾ അവിടെ നിന്ന് എന്തായാലും ജെറ്റ് വിട്ടോളെ കത്തിച്ചവരാണ് കേട്ടോ. അയാൾ ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ തീരുമാനമായി ഗൈസ്. ഓക്കെ പിന്നെ നമ്മുടെ ഉള്ള അഭിമാനം കൂടെ പോകും ഗൈസ്. ഓക്കെ എന്തായാലും ഈ സൂപ്പർ നൈസാണ് കേട്ടോ. നല്ല സ്പീഡുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ ഈ വണ്ടിക്ക്. ഓക്കെ നമുക്ക് എന്തായാലും മാക്സിമം ജയിക്കുന്നുണ്ട് കേട്ടോ. അയാൾ നമ്മുടെ തൊട്ട് പുറകെ തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഒരു ടെർസയും കൊണ്ട് വരെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ. ആ അത് ശരി, ഈ പ്രോ ആയിട്ടുള്ള റേസറായ എന്നെ തോപ്പിക്കാൻ അവൻ ഇത്രയ്ക്ക് ധൈര്യമോ എന്നാൽ അത് കാണിച്ചു കൊടുത്തിരുന്ന കാര്യം കേസ്. ഓക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആ ഒരു റേസറിനെ നമുക്ക് തോപ്പിച്ചേ പറ്റും കേട്ടോ. ഓക്കെ അവന് ഞാൻ ആരാണെന്ന് അറിഞ്ഞൂടാ കേസ്. ഓക്കെ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ചു വിടാം കേസ്. ഓക്കെ ഇന്ന് അവനെ ഓവർടേക്ക് ചെയ്ത് ജയിച്ചിട്ട് തന്നെ കാര്യം കേസ്. ഓക്കെ എവിടെ അവനെ കാണാനേ ഇല്ലല്ലോ കേസ്. ഓക്കെ അവൻ മുങ്ങിയാ. ഓക്കെ നമുക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ട് എന്തായാലും കത്തിച്ചു വിടാം കേട്ടോ. അവൻ ഫ്രണ്ടിൽ എന്തായാലും പെക്ക് വണ്ടിക്കാണ് കേട്ടോ. ഓക്കെ ഓക്കെ
ഗൈസ് ഇവിടെ ഇപ്പം നൈസായിട്ട് പണിപ്പാളി കേട്ടോ. നമ്മുടെ ആ ഒരു റേസറില്ല, അയാൾ നമ്മുടെ തൊട്ട് പുറകെ തന്നെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഏകദേശം നമ്മൾ റേസറൊക്കെ ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സൂപ്പറയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മളെന്തായാലും റേസറുകളൊക്കെ നമ്മളങ്ങനെ ജയിച്ചേക്കാണ് ഗൈസ്. ഓക്കെ, ആ റേസറുകളൊക്കെ തോറ്റേക്കാണ് ഗൈസ്. ഓക്കെ, അയാളെ വണ്ടി ടെർസോണ്. ഓക്കെ, നമ്മുടെ സൂപ്പർ ടെർസോ നല്ല സ്പീഡുള്ള വണ്ടിയാണ്, പക്ഷേ അയാൾക്ക് വണ്ടി ഓടിക്കാൻ ഇറങ്ങണം ഗൈസ്. ഓക്കെ, റേസർ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മയാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ ജയിച്ചേട്ടോ. പക്ഷെ നമ്മുടെ സൂപ്പറുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, വണ്ടി മൊത്തം പൊളിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം കേസ്. ഓക്കെ, എവിടെ നിന്നെങ്കിലൊക്കെ നമ്മുടെ വണ്ടിയുടെ പാർട്സ് അടിച്ചു മാറ്റി നമുക്ക് എന്തായാലും വണ്ടി ശരിയാക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മളെന്തായാലും ഇല്ല, അയാളുടെ അടുത്ത് നമ്മളെന്തായാലും ജയിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. പക്ഷേ പ്രത്യേകിച്ച് പറഞ്ഞൊന്നും കിട്ടുകയും തന്നെ എന്തായാലും ഇല്ല കേട്ടോ നമുക്ക്. ഓക്കെ, അത് കുഴപ്പമില്ല കേസ്, നമുക്ക് എന്തായാലും ഇല്ല. ഈ സൂപ്പർ ചുമ്മാ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടില്ല, അതിന് എന്തോ ഭാഗ്യം കേസ്. ഓക്കെ, എന്തായാലും ഇതൊരു ഫണ്ണായിട്ടുള്ള റേസ് ആയിരുന്നു കേട്ടോ. നമുക്ക് ജയിച്ചതിറങ്ങി ഒന്നും കിട്ടൂല കേസ്. ഓക്കെ, എടാ ഫ്രാങ്ക്ലിനെ നീ എന്നെ ഓവർടേക്ക് ചെയ്ത് കേറിപ്പോയി ജയിച്ചല്ലേടാ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. ഒന്ന് പോടാ അവിടെ നിന്ന്. അല്ല പിന്നെ